ഹലോ, അപ്പം നമ്മളിന്ന് ഒരു എരിപുളിയാണ് ഉണ്ടാക്കുന്നത്. എരിപുളി എന്ന് വെച്ചാൽ എരിവും പുളിയും എല്ലാം സമാസമം നിൽക്കുന്ന ഒരു കറി. കണ്ടോ, എരിപുളി നല്ല രുചിയും ആ കഷ്ണങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു നേന്ത്രക്കായ എരിപുളി. നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രക്കായ എടുത്തിട്ട്, എൻ്റെ കായ ഇത്തിരി വാടിയത്, അത് ഇച്ചിരി ഇത് ഉണ്ടാക്കുന്നതിന് ഇച്ചിരി വാടിയ കായ ആയാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിലിരുന്ന് വാടിപ്പോയി. അതൊന്ന് നമുക്ക് അതിൻ്റെ കരിന്തൊലിയും അതിൻ്റെ ആ സൈഡും ഒക്കെ ഒന്ന് കളഞ്ഞ്, മൊത്തം തൊലി ഉരിഞ്ഞ് കളയേണ്ട കാര്യമില്ല, ആ സൈഡൊക്കെ ഒന്ന് ചെത്തി, ഞാൻ പിന്നെ വാടിയതായതുകൊണ്ട് ഇത്രയും കൂടിയൊക്കെ ഒന്ന് കളഞ്ഞു. 2 വൃത്തിയാക്കി എടുത്തു. ഇനി അതിനെ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്കിടാം. എപ്പോഴും നമ്മൾ കായ അരിയുമ്പോൾ കായ അരിഞ്ഞ് വെള്ളത്തിലിടണം. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണം ഇതിന് വേണ്ടി നമ്മൾ അരിയാനായിട്ട്. നല്ല കടിക്കാൻ കിട്ടണം ആ കഷ്ണം, അതാണ് ഈ കറിയുടെ സ്വാദ്. എരിപുളി. അപ്പോൾ ഇതിന് എരിവുണ്ടാവും, പുളിയുണ്ടാവും, മധുരം ഉണ്ടാവും. അതെല്ലാം ഞാൻ ആ കായെല്ലാം ഒന്ന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി അതിനെ ഒന്ന് കഴുകി വാരി ഒരു മൺചട്ടിയിലിടണം. നമുക്കെപ്പോഴും ഇത് മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് സ്വാദ്. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കരിവേപ്പില, പച്ചമുളക്, വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അടുപ്പത്ത് വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് ഒരു ജാറിലേക്ക് ഒരു ചെറിയ കപ്പ് നിറച്ച് തേങ്ങ ഉണ്ടോ, ഒരു വലിയ ചുള വെളുത്തുള്ളി, ഇത്തിരി നല്ല ജീരകം, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും. ഇഞ്ചിയാണ് ഇതിൻ്റെ മെയിൻ, അതാണ് എരിവ് നിലനിർത്തുന്നത്. ഇഞ്ചിയും പച്ചമുളകും അരച്ച് ചേർക്കുമ്പോൾ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊന്ന് കായ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ അടച്ചു വെക്കാം. ഈ കായ ഒന്ന് നന്നായിട്ട് വേകണം. അപ്പോഴേക്കും നമ്മൾ അരപ്പ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ വീണ്ടും അതൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്ക് കണ്ടാം ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി, ആ പച്ചമുളകും ഇതുമൊക്കെ ആയിട്ടൊന്ന് വെന്തിരിപ്പുണ്ട് കായ. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചൊന്ന് അടിച്ച് അതിൻ്റെ പത കളഞ്ഞിട്ട്, നല്ല പുളിയുള്ള തൈരായിരിക്കണം, അത് അടിച്ച് മോരാക്കിയിട്ട് ആ പതയൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് നിറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പുളിയുള്ള മോരിൽ കിടന്നിട്ട് വേണം ഇനി ഈ കായ ഒന്ന് വേകാനായിട്ട്. ഈ മോരൊഴിച്ച് തിളപ്പിക്കുമ്പോൾ ഇത് പിരിഞ്ഞൊന്നും പോകില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സിയിൽ അടിച്ച മോര് പത കളഞ്ഞിട്ടാണ് ഒഴിച്ചേക്കുന്നത്, അതുകൊണ്ട് പിരിയില്ല. കണ്ടോ, അതിൽ കിടന്ന ആ പുളിയെല്ലാം ഈ കായങ്ങ് പിടിച്ചെടുക്കും. കണ്ടോ, നല്ല പോലെ അതൊന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പെല്ലാം നമുക്ക് ഈ കായ വെന്തതിലേക്ക് ചേർക്കാം. ഉണ്ടോ, എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, പിന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അതിനാവശ്യമായ വെള്ളം അതിൽ ഒഴിച്ച് ഇളക്കി കറി ഒന്ന് അതിന് മധുരം ഇട്ട് കൊടുക്കണം, ഇത്തിരി പഞ്ചസാര. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ആ പുളിയും ആ ഉപ്പും എല്ലാം ഒന്ന് നേരെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തിരി പഞ്ചസാര ഇടുന്നത്. കണ്ടോ, ഇനി ഒന്ന് കറി ഒന്ന് തിളച്ചിത് വരേണ്ട കാര്യമില്ല. തേങ്ങ ഇട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് പതഞ്ഞ് വന്നാൽ മതി. അരപ്പിയർത്ത് കഴിഞ്ഞാൽ കണ്ടോ, കറി ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് അതിലേക്ക് ഉണക്കമുളകിട്ട്, കണ്ടോ, പിന്നെ ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്ത് ഇത്തിരി കരിവേപ്പിലയും ഇട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, കറിക്കൊരു നിറവും വേണമല്ലോ നല്ല ഭംഗിയിൽ. കണ്ടോ, അത് നമുക്കെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കളർ കൊണ്ടും ഗുണം കൊണ്ടും രുചി കൊണ്ടും ഗംഗേമനായ ഒരു നേന്ത്രക്കായ എരിപുളി റെഡി. ഇത് കൂട്ടി നമുക്ക് ചൂട് ചോറ് കഴിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ എരിപുളി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്.